അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ചാനലിൽ സ്നാക്സ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ നമ്മളിൽ ഒരുപാട് പേര്, അല്ലെങ്കിൽ നമ്മളെല്ലാവരും തന്നെ കഴിച്ചിട്ടുള്ള സാധനമാണ് ദോശ അല്ലെങ്കിൽ ഇഡ്ഡലി. രണ്ടിനും ഉപയോഗിക്കുന്നത് ഒരേ മാവാണ്, ദോശ മാവ് അല്ലെങ്കിൽ ഇഡ്ഡലി മാവ് എന്ന് പറഞ്ഞുള്ള ഈ ഒരു സാധനം കഴിച്ച് മടുത്തവർക്കോ അല്ലെങ്കിൽ അതിൽ നിന്നൊരു വെറൈറ്റി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു കിടിലൻ ഐറ്റം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ആ ഒരു സാധനം കുക്ക് ചെയ്യാമെന്ന് പറഞ്ഞേക്കുന്നത്, അല്ലെങ്കിൽ ഒരു വെറൈറ്റി സാധനം നമുക്ക് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞേക്കുന്നത് നമ്മുടെ അരിഞ്ചേട്ടനാണ് കേട്ടോ. അപ്പം പുള്ളിയുടെ അടുത്തോട്ട് നമ്മൾ പോകാൻ പോവാണ്. അത് വെച്ച് എന്താണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാം. വളരെ സിമ്പിളായിട്ട് ആർക്കും 5 മിനിറ്റിൽ ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം. ഇന്നത്തെ നമ്മുടെ ഐറ്റം റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് ദോശമാവ് അല്ലെങ്കിൽ ഇഡ്ഡലി മാവ് എന്ന് പറഞ്ഞ സാധനം കേട്ടോ. അപ്പോൾ നമ്മൾ നോർമൽ എടുക്കണേ അതേ രീതിയിൽ മതി. ഉപ്പും ചേർത്ത് നല്ല പാകത്തിനാക്കുക. ശേഷം നമ്മുടെ എണ്ണ ചൂടാക്കാനായിട്ട് വെക്കുക. എണ്ണ ചൂടായോ എന്നറിയാനായിട്ട് നമ്മൾ സ്വല്പം ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. നമ്മൾ ജസ്റ്റ് സാമ്പിൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണയുടെ ചൂടും കാര്യങ്ങളൊന്നും അങ്ങോട്ട് എത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു കുക്കിങ്ങാണ്, ടേസ്റ്റിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ സാധനം റെഡിയായി കഴിഞ്ഞപ്പോൾ ഇത് കണ്ടോ, നമ്മൾ തൊള്ളിയായിട്ടാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഒഴിച്ചു കൊടുത്തേക്കുന്നത് എണ്ണയ്ക്കകത്ത് കിടന്ന് നന്നായിട്ട് മൊരിയണം. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത് ഇപ്പോൾ ജസ്റ്റ് കുമ്പളെ കുത്തി വന്നിട്ടുണ്ട്. അപ്പോൾ അടി പിടിക്കാണ്ടിരിക്കാനായിട്ട് പയ്യെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതുപോലെ എണ്ണ എടുത്ത് മേളിലോട്ടൊക്കെ ഒന്ന് താളിച്ച് വിടുക. അപ്പോൾ ഇതേ സംഗതി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചെറിയ രീതിയിൽ നമ്മൾ ആദ്യമേ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ആയാലും അല്ലെങ്കിൽ മുതിർന്നവർക്കൊക്കെ ആയാലും വൈകുന്നേരം ഒരു ഈവനിങ് സ്നാക്സ് എന്നുള്ള രീതിയിലോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ കാണിച്ചേക്കണത്. അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്രെഡ് പോണക്ക് അല്ലെങ്കിൽ കുറച്ചുകൂടെ സൈസിൽ അപ്പോൾ നമ്മൾ കുറച്ച് അധികം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അടി പിടിക്കാണ്ടിരിക്കാനായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം എടുത്തു കഴിഞ്ഞപ്പോൾ കണ്ടോ, നല്ല മുട്ടയൊക്കെ പൊരിച്ചെടുത്തേക്കുന്ന ഒരു പരുവത്തിൽ, അങ്ങനെയൊക്കെ വേണേൽ പറയാം. അപ്പോൾ നല്ല ടേസ്റ്റിയാണ് ഈ സംഭവം. അപ്പോൾ നമ്മൾ ഇളക്കൊക്കെ നല്ല രീതിയിൽ കൊടുക്കുക. അതിനുശേഷം എണ്ണ അങ്ങോട്ട് ഊറാൻ വെക്കുക. വലിയ പീസായിട്ട് എടുക്കുമ്പോൾ സ്വല്പം എണ്ണ ഊറാൻ വെക്കണമായിരിക്കും നല്ലത്. അപ്പോൾ നല്ല പരുവത്തിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നല്ല തേങ്ങാ ചട്നിയും അല്ലെങ്കിൽ നല്ല ചട്നികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. തക്കാളി ചട്നിയൊക്കെ ആണെങ്കിൽ വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ സംഭവം എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.